ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അശ്വതി. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് SCERT 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ 8ാമത്തെ ചാപ്റ്റർ ആണ് തിങ്കളും താരങ്ങളും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. തിങ്കളും താരങ്ങളും. ഈ ചാപ്റ്ററിൽ മുഴുവൻ ആകാശഗോളങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും രാത്രിയും പകലും ഒക്കെ എങ്ങനെ ഉണ്ടാവുന്നു അതിനെ പറ്റിയാണ് വിശദീകരിക്കുന്നത്. അപ്പം ആദ്യം കുറെ തിയറി പാർട്ടാണ്, പിന്നെ സ്കൂൾ കുട്ടികൾക്ക് വേണ്ട കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഇതില് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി. അപ്പം ഇവിടെ ഭൂമിക്ക് ഗോളാകൃതിയാണ് എന്ന് പറയുന്നുണ്ട്. ഭൂമിക്കും ചന്ദ്രനും പ്രകാശം ലഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്, ബേസിക് പോയിന്റ് ആണ്. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്, ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭ്രമണം ചെയ്യുന്നു. അപ്പം ഭൂമി വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ഭ്രമണം ചെയ്യുന്നത്. ഭൂമിയുടെ കറക്കം മൂലമാണ് രാത്രിയും പകലും മാറി മാറി വരുന്നത്. ഈ ഒരു പോയിന്റ് ആണ് ഇവിടെ നിന്ന് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് ഉദയവും അസ്തമയവും. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഗ്ലോബ് വെച്ച് ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. ആ എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻ എന്താണെന്ന് നോക്കൂ. ഭൂമിയുടെ കറക്കം കാരണം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് ഉദയം. അപ്പം ഭൂമിയുടെ ഈ റൊട്ടേഷൻ കാരണം ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടക്കുന്ന പ്രദേശത്തുകാർക്ക് അവിടെ സൺറൈസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. വെളിച്ചത്തിൽ നിന്നും ഇരുട്ടിലേക്ക് പ്രവേശിക്കുന്നവർക്കോ അസ്തമയം അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് രാത്രിയും സൂര്യൻ ഉദിക്കുന്നതും അസ്തമിക്കുന്നതും അറിയാൻ പറ്റുന്നത്. അപ്പം ഭൂമിയുടെ കറക്കം കാരണമാണ്, ഭ്രമണം കാരണമാണ്. ഇനി ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, പ്രഭാതത്തിൽ കിഴക്ക് കാണുന്ന സൂര്യനും ഉച്ചയ്ക്ക് തലയ്ക്ക് മുകളിലെത്തുന്ന സൂര്യനും വൈകിട്ട് പടിഞ്ഞാറ് അസ്തമിക്കുന്ന സൂര്യനും യഥാർത്ഥത്തിൽ ഒരേ സ്ഥാനത്ത് തന്നെയാണല്ലോ. അപ്പോൾ എന്താണ് ഈ ഉദയാസ്തമയങ്ങൾക്ക് കാരണം? ഭൂമിയുടെ ഭ്രമണമാണ്. ഈ ഒരൊറ്റ പോയിന്റാണ് ഇവിടെ കൺക്ലൂഷൻ. ഇനി അടുത്തത് അമ്പിളിയുടെ ആകാശപാത. ഇനി ചന്ദ്രനെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ ചന്ദ്രനെ നിരീക്ഷിച്ച് ഇവിടെ ഒരു കൺക്ലൂഷനിലെത്തി. എന്താണത്? ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് കൊണ്ടാണ് ഓരോ ദിവസവും ചന്ദ്രന്റെ സ്ഥാനം മാറി മാറി കാണുന്നത്. അപ്പൊ ചന്ദ്രൻ ഭൂമിയെ എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് ചെയ്യുന്നുണ്ട്. പരിക്രമണത്തിന് ഇംഗ്ലീഷ് റെവല്യൂഷൻ എന്നാണ്. അപ്പോ 27 1/3 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. ഈ ദിവസം ഓർത്തിരിക്കുക, 27 1/3 ദിവസം കൊണ്ടാണ് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ഒരു പരിക്രമണം പൂർത്തിയാക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അമ്പിളിക്കലയുടെ പൊരുൾ. അതായത് നമ്മൾ ആകാശത്ത് നോക്കുമ്പം ചന്ദ്രൻ ചില ദിവസം പൂർണ്ണചന്ദ്രനായിരിക്കും, ചില ദിവസം കുറച്ച് ഭാഗങ്ങളെ കാണത്തുള്ളൂ. അതെന്തുകൊണ്ടാണ്? അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് ഒക്കെ ഇവിടെ ക്ലാസ് റൂമിൽ വെച്ചൊരു എക്സ്പെരിമെന്റ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോ ഇത് എല്ലാം ചന്ദ്രനാണ്. ഈ 1 2 3 4 5. അപ്പം ഇവിടെ ഭൂമിയിൽ നിന്നൊരു കുട്ടി നോക്കുന്നതാണ്. ഈ 1 നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റുന്നില്ല. ആ ദിവസം ഏത് ദിവസമാണ്? അമാവാസിയാണ്. അപ്പോൾ 1 ചന്ദ്രൻ വരുമ്പോൾ ചന്ദ്രന്റെ ഇരുണ്ട ഭാഗം ഭൂമിക്ക് അഭിമുഖമായി വരുന്നതിനാൽ ചന്ദ്രനെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അമാവാസിയാണ്. ഇനി 3 വരുമ്പോഴത്തേക്കും അർദ്ധചന്ദ്രനാണ്. അതായത് ചന്ദ്രൻ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഭൂമിയിൽ ഈ 3 എന്ന് പറയുന്ന സ്ഥാനത്ത് വരുമ്പോഴത്തേക്കും ചന്ദ്രന്റെ പകുതി ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. 5 പൗർണമിയാണ്. അതായത് ചന്ദ്രനിൽ പ്രകാശം പതിക്കുന്ന ഭാഗം മുഴുവൻ ഭൂമിക്ക് അഭിമുഖമായി വരുന്നു. ഇവിടുന്ന് ഇത് സൂര്യനെ സങ്കല്പിച്ചുകൊണ്ട് വെച്ചേക്കുന്നതാണ് ഈ പ്രകാശം. ഓക്കെ. ഇനി ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, വൃദ്ധി ക്ഷയം. ക്ഷയം എന്ന് പറയുന്നത് പൗർണമിയിൽ നിന്നും അമാവാസിയിലേക്ക് പോകുമ്പോൾ ചന്ദ്രൻ ക്ഷയിച്ച് വരുന്നതാണ്. അതായത് ചന്ദ്രന്റെ സൈസ് കുറഞ്ഞു വരുന്നതിനെയാണ് ക്ഷയം എന്ന് പറയുന്നത്. തിരിച്ച് അമാവാസിയിൽ നിന്നും പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ ഷേപ്പ് കൂടി വരുന്നത്, അതായത് പൂർണ്ണചന്ദ്രനെ വിസിബിൾ ആവുന്നതിനാണ് വൃദ്ധി. അതായത് ഇൻക്രീസ് ഡിക്രീസ്, അത്രേ ഉള്ളൂ. അത് കാണിച്ചിരിക്കുന്നതാണ്. എല്ലാത്തിന്റെയും ഒരു കൺക്ലൂഷൻ എന്താണ്? ചന്ദ്രന്റെ പരിക്രമണം മൂലമാണ്. ഇവിടെ പറയുന്നുണ്ട്, പരിക്രമണ പാതയിൽ ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്നും കാണുന്നതിന്റെ വ്യത്യാസങ്ങൾ മൂലമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്നും കാണുന്നതിന്റെ വ്യത്യാസം മൂലമാണ് വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാവുന്നത്. അമാവാസിയിൽ നിന്നും പൗർണമിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം കൂടി വരുന്നു. അതിനെയാണ് വൃദ്ധി എന്ന് പറയുന്നത്.
തിരിച്ച് പൗർണമിയിൽ നിന്നും അമാവാസിയിലേക്ക് വരുമ്പോൾ ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ കാണുന്നത് കുറഞ്ഞു വരുന്നതിനെയാണ് എന്ത് പറയുന്നത്? ക്ഷയം എന്ന് പറയുന്നത്. ഓർത്തിരിക്കുക. ഇനി ചന്ദ്രന്റെ ഭ്രമണ സവിശേഷത, അത് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പരീക്ഷണമാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിന്റെ കൺക്ലൂഷൻ ഇതാണ്. ചന്ദ്രൻ 27 1/3 ദിവസം എടുത്താണല്ലോ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നത്. അതേ സമയം എടുത്താണ് ഒരു തവണ ഭ്രമണവും പൂർത്തിയാക്കുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രന്റെ ഒരു മുഖം മാത്രം എപ്പോഴും ഭൂമിക്ക് അഭിമുഖമായി വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ചന്ദ്രന്റെ പരിക്രമണം 27 1/3 ദിവസമാണ്. ആ ടൈം തന്നെയാണ് ചന്ദ്രൻ റൊട്ടേറ്റ് ചെയ്യാനും എടുക്കുന്നത്. ഭ്രമണത്തിനും അതേ സമയം തന്നെയാണ് എടുക്കുന്നത്, 27 1/3 ഡേയ്സ്. ഓക്കെ. ഇനി മാനത്തെ ചങ്ങാതിമാർ. അപ്പൊ മാനത്തെ ചന്ദ്രൻ മാത്രമല്ലല്ലോ, നക്ഷത്രങ്ങളെയും കാണാറുണ്ട്. അപ്പം എത്രയെത്ര നക്ഷത്രങ്ങൾ. നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് നിന്ന് നിരീക്ഷിച്ചാൽ ഒരേ സമയം ഏകദേശം 3000 നക്ഷത്രങ്ങളെ കാണാം. ഭൂമിയുടെ ഭ്രമണം മൂലം നക്ഷത്രങ്ങൾ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഒരു രാത്രി മുഴുവൻ നിരീക്ഷിച്ചാൽ ഏതാണ്ട് 6000 നക്ഷത്രങ്ങൾ കാണാനാകും. ഒരു ദൂരദർശിനി ഉപയോഗിച്ച് നിരീക്ഷിച്ചാൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളെ കാണാം. അനേകം കോടി നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്. ഇനി നക്ഷത്രങ്ങളുടെ ആകൃതി. അപ്പം നക്ഷത്രങ്ങൾ പല പല ഷേപ്പിൽ നമ്മൾ കാണാറുണ്ട്. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിലൂടെ കടന്നു വരുമ്പോൾ നിരന്തരമായി ദിശാമാറ്റത്തിന് വിധേയമാകുന്നു. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നുന്നതായി തോന്നുന്നത്? എന്തുകൊണ്ടാണ്? നക്ഷത്രങ്ങളിൽ നിന്ന് നേർരേഖയിൽ വരുന്ന പ്രകാശം അന്തരീക്ഷത്തിന്റെ വിവിധ പാളികളിൽ, അറ്റ്മോസ്ഫിയറിന്റെ വിവിധ ലെയേഴ്സിൽ തട്ടി കടന്നു വരുമ്പോൾ ഇതിന് ദിശാമാറ്റം, ഡയറക്ഷൻ ചേഞ്ച് ഉണ്ടാവുന്നു. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ മിന്നി മിന്നി തിളങ്ങുന്നതായിട്ട് തോന്നുന്നത്. ഇനി നക്ഷത്രങ്ങളുടെ വലിപ്പം. ഇത് LGSന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ്? സൂര്യനാണ്. LGS ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ അതിന്റെ ഉത്തരം സൂര്യനാണ്, ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രം. ഇതൊരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ. ഇത് ഭൂമി, സൂര്യൻ വലിപ്പം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. 12 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ വലിപ്പമുള്ള നക്ഷത്രമാണ് സൂര്യൻ. 12 ലക്ഷം ഭൂമികളെ ഉൾക്കൊള്ളാൻ അത്ര വലിപ്പമുണ്ട് സൂര്യന്. അപ്പൊ സൂര്യനേക്കാൾ വലിയ നക്ഷത്രം ഉണ്ടോ? ഇവിടെ തിരുവാതിര നക്ഷത്രത്തിന്റെയും സൂര്യന്റെയും വലിപ്പം താരതമ്യം ചെയ്യുന്ന ചിത്രമാണ്. അപ്പൊ തിരുവാതിര നക്ഷത്രം ഇത്രയും വലുതാണ്, അപ്പം സൂര്യൻ ചെറുതാണ്. അപ്പം സൂര്യനേക്കാൾ വലിപ്പമുള്ള നക്ഷത്രങ്ങൾ ഉണ്ട്. അപ്പൊ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അത്ര വലുതാണ് നക്ഷത്രങ്ങൾ. അമേരിക്കയിൽ നിന്ന് ഒരാൾ ഫോൺ ചെയ്താൽ ഇന്നത്തെ സംവിധാനം ഉപയോഗിച്ച് നമുക്ക് അതേ സെക്കൻഡിൽ തന്നെ കേൾക്കാനാകും. എന്നാൽ നാം കാണുന്ന നക്ഷത്രങ്ങളിൽ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ആൽഫ സെന്റൗറി. ഈ പോയിന്റ് ഓർത്തു വെക്കുക. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് ആൽഫ സെന്റൗറി. ഈ നക്ഷത്രത്തിൽ നിന്ന് ഫോൺ ചെയ്തു കഴിഞ്ഞാൽ 4 വർഷത്തിൽ അധികം സമയമെടുക്കും ആ ശബ്ദം ഭൂമിയിലെത്താൻ. ഓക്കെ. ഇനി മാനത്തെ ചിത്രപുസ്തകം. അതായത് ഈ നക്ഷത്രങ്ങളെ, ഇപ്പൊ നക്ഷത്രങ്ങളുടെ എന്താണ് ഷേപ്പ് ഒന്ന് വരച്ച് നോക്കുകയാണ്. അതായത് ഇത് 1ാമത്തെ നക്ഷത്രം, 2ാമത്തെ നക്ഷത്രം, 3ാമത്തെ നക്ഷത്രം. അങ്ങനെ നക്ഷത്രം നിൽക്കുന്ന പൊസിഷൻ വെച്ചിട്ട് നമ്മളൊന്ന് പിക്ടോറിയൽ ആയിട്ടൊന്ന് വരച്ച് നോക്കുകയാണ്. അപ്പോൾ ആകാശത്ത് വടക്ക് ഭാഗത്ത് കാണുന്ന സാമാന്യം തിളക്കമുള്ള 7 നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ചാൽ ലഭിക്കുന്ന ചിത്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം പാശ്ചാത്യർ ഈ നക്ഷത്ര കൂട്ടത്തിന് വലിയ തവി എന്നർത്ഥം വരുന്ന ബിഗ് ഡിപ്പർ എന്ന പേരാണ് ഈ 7 നക്ഷത്രങ്ങൾക്കും കൂടി ചേർത്ത് ഇട്ടിരിക്കുന്നത്. പക്ഷെ ഭാരതീയർ ഇട്ടിരിക്കുന്ന പേര് സപ്തർഷികൾ എന്നാണ്. വേനൽക്കാലത്ത് ഇവയെ സന്ധ്യയ്ക്ക് വടക്ക് ആകാശത്ത് കാണാം. ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഇവയെ അർദ്ധരാത്രിയോടെ കാണാൻ പറ്റും. ഇപ്പൊ ആകാശത്ത് നോക്കുമ്പോഴത്തേക്കും ഈ 7 നക്ഷത്രങ്ങൾ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ഇനി നക്ഷത്ര ഗണങ്ങൾ. ആകാശത്തെ നക്ഷത്രങ്ങളെ ചേർത്ത് വരച്ച് സങ്കല്പിക്കാവുന്ന രൂപങ്ങളാണ് നക്ഷത്ര ഗണങ്ങൾ. അതായത് ഇവിടെ പറയുന്നുണ്ട്, 1ാമത് വേട്ടക്കാരൻ. വേട്ടക്കാരന്റെ ഇംഗ്ലീഷ് ഓറിയോൺ. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന ആളുകൾ ദിശയറിയാൻ ഉപയോഗിച്ചിരുന്ന ഒരു നക്ഷത്ര ഗണമാണ് വേട്ടക്കാരൻ അഥവാ ഓറിയോൺ. വേട്ടക്കാരന്റെ വാളും തലയും ചേർത്ത് വരയ്ക്കുന്ന രേഖ ചെന്നെത്തുന്നത് ധ്രുവ നക്ഷത്രത്തിലാണ്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ സന്ധ്യയ്ക്ക് ശേഷം തലയ്ക്ക് മുകളിൽ കാണാം. ഇതിന്റെ വലത് ചുമലിന്റെ സ്ഥാനത്ത് ചുവന്ന കാണുന്ന നക്ഷത്രമാണ് തിരുവാതിര. ഓക്കെ.
ഇനി അടുത്തൊരു നക്ഷത്രഗണമാണ് കശ്യപി. കാസിയോപ്പിയ എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ്. കശ്യപി ഒക്ടോബർ മുതൽ ഡിസംബർ വരെ മാസങ്ങളിൽ സന്ധ്യാസമയത്ത് വടക്കൻ ആകാശത്ത് കശ്യപിയെ കാണാം. ഏത് മാസങ്ങളിൽ? ഒക്ടോബർ മുതൽ ഡിസംബർ വരെ കശ്യപി. അടുത്തത് മലയാള മാസങ്ങളും താരാഗണങ്ങളും. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തലയ്ക്ക് മുകളിൽ നിന്ന് അല്പം മാത്രം തെക്കുമാറി കാണുന്ന ശോഭയുള്ള ഒരു കൂട്ടം നക്ഷത്രങ്ങളാണ് ചിത്രത്തിൽ. ഇവയെ ക്രമമായി യോജിപ്പിച്ചപ്പോൾ എന്ത് രൂപമാണ് ലഭിച്ചത്? ആകാശത്തെ ഈ കൂറ്റൻ തേൾ രൂപമാണ് വൃശ്ചികം. വൃശ്ചികം എന്നത് ഒരു മലയാള മാസത്തിന്റെ കൂടി പേരാണല്ലോ. ഇതുപോലെ 12 മലയാള മാസങ്ങളുടെയും പേരിൽ ഓരോ നക്ഷത്ര കൂട്ടങ്ങൾ ആകാശത്ത് സങ്കല്പിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് ഓർത്ത് വെച്ചേക്കണം. മലയാള മാസവും താരാഗണങ്ങളും കശ്യപിയും പിന്നെ വേട്ടക്കാരൻ, ഈ മാസങ്ങളും കൂടെ ഓർത്ത് വെക്കുക. വേട്ടക്കാരൻ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ്. പിന്നെ കശ്യപി ഒക്ടോബർ, നവംബർ മാസങ്ങളിലാണ്. ഓക്കെ, അടുത്തത് നക്ഷത്ര മാപ്പാണ്. ഇത് ഒരു മാപ്പ് കാണിച്ചിരിക്കുവാണ്. ഡിസംബർ മുതൽ മാർച്ച് വരെ മാസങ്ങളിലുള്ള സന്ധ്യാകാശം നിരീക്ഷിക്കാൻ ഈ മാപ്പ് നിങ്ങളെ സഹായിക്കും. ഓരോ കാലത്തും മാസത്തുമെല്ലാം പ്രത്യേക മാപ്പുകളുണ്ട്. അത് കുട്ടികൾക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റ് പോലെയാണ്. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് ഗ്രഹനിരീക്ഷണം. ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി എന്നീ ഗ്രഹങ്ങളെ ചില കാലങ്ങളിൽ രാത്രി ആകാശത്ത് നഗ്നനേത്രം കൊണ്ട് കാണാൻ സാധിക്കും. ഏതാണ്? ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി. ഈ 5 ഗ്രഹങ്ങളെ ചില കാലങ്ങളിൽ രാത്രി ആകാശത്ത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും. പക്ഷെ ഗ്രഹങ്ങൾ പൊതുവെ മിന്നുന്നില്ല. നക്ഷത്രങ്ങളെക്കാളും കൂടിയ തിളക്കത്തിലും വലുപ്പത്തിലുമാണ് പൊതുവെ അവയെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഇനി കൺക്ലൂഷൻ എന്ന നിലയിൽ ഇവിടെ പറഞ്ഞേക്കുന്നു, സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നതായി തോന്നുന്നത് ഭൂമിയുടെ ഭ്രമണം മൂലമാണ്. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത് മൂലമാണ് ഓരോ ദിവസവും നാം ചന്ദ്രനെ കാണുന്നത്. ഓക്കെ, ഇതില് എക്സസൈസിലും വലിയ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഒരു 2 ചാപ്റ്ററും കൂടെ ഉണ്ട്. ആ ചാപ്റ്ററുമായിട്ട് ഞാൻ ഉടനെ വീണ്ടും വരുന്നതാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്